മദീനയിൽ ബസ് ടാങ്കറിലിടിച്ച് കത്തിയുണ്ടായ അപകടത്തിൽ മരിച്ച ഹൈദരാബാദ് സ്വദേശികളുടെ ബന്ധുക്കൾ ഇന്നു മുതൽ സൗദിയിലെത്തും. ഹൈദരാബാദിലെ ജനപ്രതിനിധികളും ഇവർക്കൊപ്പം നടപടി പൂർത്തിയാക്കാനായി മദീനയിലേക്കെത്തും. 40-ലേറെ പേർ മരണപ്പെട്ട ബസ് അപകടത്തിൽപ്പെട്ടവരുടെ കൃത്യം എണ്ണം പരിശോധന പൂർത്തിയാകുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. മരിച്ചവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മദീനയിലെ 3 ആശുപത്രികളിലായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന് കീഴിൽ ഇടപെടൽ സജീവമാണ്. തിങ്കളാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ അപകടത്തിൽ 40-ലേറെ പേരാണ് മദീനയിൽ മരിച്ചത്. ബദറിന് സമീപം പെട്രോൾ ടാങ്കർ ബസ്സിലിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ആരെയും തിരിച്ചറിയാനായിട്ടില്ല. പലരുടെയും ശരീരഭാഗം പൊള്ളലേറ്റ് ഇല്ലാതായതോടെ തിരിച്ചറിഞ്ഞ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുത്തേക്കും. ഇതിനുശേഷമാകും ഖബറടക്കം. അപകടത്തിനിടെ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട 24-കാരനായ മുഹമ്മദ് ഷുഐബ് ICUവിൽ സുഖം പ്രാപിച്ചു വരികയാണ്. മദീനയിലെ സൗദി ജർമ്മൻ ആശുപത്രിയിലാണ് ഇദ്ദേഹമുള്ളത്. ഇദ്ദേഹത്തിന്റെ 16 ബന്ധുക്കളാണ് അപകടത്തിൽ മരിച്ചത്. ഇന്ത്യൻ കോൺസുൽ ജനറലിന് കീഴിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നുണ്ട്. ഹൈദരാബാദിൽ നിന്നും ബന്ധുക്കളും ജനപ്രതിനിധികളും എത്തി നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ട സമ്മതം കൈമാറും. കേന്ദ്രവും സജീവമായി നടപടികൾ വേഗത്തിലാക്കാൻ സൗദിയുമായി ശ്രമത്തിലാണ്. അപകടത്തിൽപ്പെട്ട ബസ്സിലാകെ 43-നും 46-നും ഇടയിൽ ആളുകളുണ്ടായിരുന്നുവെന്നാണ് കണക്ക്. ഇതിൽ സൗദി ഭരണകൂടം കണക്ക് പുറത്തുവിട്ടിട്ടില്ല. പരിശോധനകൾ പൂർത്തിയാക്കി വരും ദിവസങ്ങളിൽ മദീനയിലാകും തീർത്ഥാടകർക്ക് അന്ത്യവിശ്രമം. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, മദീന.